വയനാട്ടിലെ സഹകരണ ബാങ്കുകളിൽ അഴിമതി വർദ്ധിക്കുമ്പോഴും ഇത് തടയേണ്ട സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയാവുന്നു. അവസാനമായി പനമരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വയനാട് കാർഷിക സഹകരണ ഗ്രാമവികസന ബാങ്കിൽ നടന്ന അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സഹകരണ വകുപ്പിലെ വാല്യുവേഷൻ ഓഫീസർ പി ഉമ്മർ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിലാണ് പനമരം കാർഷിക ബാങ്കിലെ അഴിമതിയെക്കുറിച്ച് വിശദമാക്കുന്നത്. ഭരണസമിതിയുടെ ഒത്താശയോടെ ഉദ്യോഗസ്ഥർ നടത്തിയ തട്ടിപ്പും ക്രമക്കേടുകളും റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട്. ബിനാമി പേരിൽ ബാങ്കിലെ 14 ജീവനക്കാർ കാർഷിക വായ്പയെടുത്ത് കടാശ്വാസത്തിന്റെ ആനുകൂല്യം നേടിയതിലൂടെ കുപ്രസിദ്ധി നേടിയ ബാങ്കിൽ തുടർച്ചയായി നടന്ന അഴിമതിയെക്കുറിച്ചാണ് റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗവും. ഭരണസമിതിക്കെതിരെയുള്ള പരാതികൾ, വഴിവിട്ട നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളുമെല്ലാം 40 പേജ് വരുന്ന റിപ്പോർട്ടിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ബാങ്കിലെ ക്രമക്കേട് സമഗ്രമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സഹകരണ വകുപ്പ് രജിസ്ട്രാർ ഉത്തരവിട്ടു. ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കാനും സഹകരണ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാങ്കിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് നിരവധി അന്വേഷണ റിപ്പോർട്ടുകളാണ് ഇക്കാലയളവിൽ പുറത്തുവന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ 18,56,72,000 രൂപയാണ് പാക്കേജിൽ ആനുകൂല്യം പനമരം കാർഷിക ബാങ്ക് കൊടുത്തത്. അതിൽ 8.5 കോടി രൂപയും 14 ജീവനക്കാരെടുത്ത വായ്പകളായിരുന്നു. അവരും അവരുടെ ബിനാമി പേരിൽ, അവരുടെ ബന്ധുക്കളുടെ പേരിൽ ബിനാമിയായി എടുത്തിരിക്കുന്ന വായ്പകളാണ് അതിൽ 8.5 കോടി രൂപ. അന്വേഷണങ്ങൾ പല രീതിയിൽ നടന്നെങ്കിൽ പോലും അന്വേഷണങ്ങളെല്ലാം തന്നെ കടലാസിൽ നിൽക്കുക എന്നല്ലാതെ യാതൊരു നടപടിയും ഗവൺമെന്റ് ഭാഗത്തുനിന്നോ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. സഹകരണ നിയമം നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് ജീവനക്കാരെ നിയമിച്ചതും ഉദ്യോഗക്കയറ്റം നൽകിയതും. പാർട്ട് ടൈം സ്വീപ്പർമാർ വരെ പ്യൂൺമാരായതായും റിപ്പോർട്ടിലുണ്ട്. സഹകരണ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ധിക്കരിച്ചും ഓഡിറ്റ് ഒബ്ജക്ഷൻ അവഗണിച്ചുമാണ് ബാങ്കിന്റെ പ്രവർത്തനം. അധികാര ദുർവിനിയോഗത്തിലൂടെ ഫണ്ട് ദുരുപയോഗം നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾക്കും പോഷക സംഘടനകൾക്കും പാർട്ടി പത്രത്തിനും ഉൾപ്പെടെ സംഭാവന നൽകാൻ ബാങ്ക് ഫണ്ട് ഉപയോഗിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. നിലവിലുള്ള ഭരണസമിതിയെ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. കേന്ദ്ര കടാശ്വാസ പദ്ധതിയിൽ ക്രമക്കേട് നടന്നതായി CAG കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് വയനാട്ടിലെ ബാങ്കുകൾ നടത്തുന്ന അഴിമതിയും പുറത്തുവരുന്നത്. കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വയനാട്ടിലെ ബാങ്കുകൾ എങ്ങനെ തട്ടിയെടുക്കുന്നു എന്നതിന്റെ ഉദാഹരണം മാത്രമാണിത്. ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ തട്ടിപ്പിന്റെ കഥ പുറത്തു വന്നിട്ടും നടപടി മാത്രം ഉണ്ടായില്ല. ക്യാമറാമാൻ V സുശാന്തിനൊപ്പം S വിനേഷ് കുമാർ, വയനാട്, ഇന്ത്യ വിഷൻ.